ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞാൻ ഇത് എൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്ലാവിൽ നിറയെ ചക്കയാണ്. അതിന് മഴക്കാലം കൂടുന്നതനുസരിച്ച് നമുക്ക് ചക്കേൻ്റെ ടേസ്റ്റൊക്കെ കുറയുന്നതുകൊണ്ട് തന്നെ ഇപ്പം എന്തായാലും അമ്മ പറയണം ക്ലീൻ ആക്കി വെച്ചിട്ട് ഇതാ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചക്കേൻ്റെ പരിപാടിയൊന്നും ഞാൻ എടുക്കില്ല കേട്ടോ. എനിക്കത്ര വലിയ എന്താ പറയുക ഇഷ്ടമാണെങ്കിലും ചക്കേൻ്റെ കറിയാട്ടോ എനിക്കിഷ്ടം. നമ്മളിങ്ങനെ കൂട്ടുകറിയൊക്കെ പോലെ ഉണ്ടാക്കില്ലേ, കടലയൊക്കെ ഉണ്ടാക്കിയിട്ട്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വേവിച്ചത് ഞാൻ വല്ലപ്പോഴും, അതായത് സൈഡായിട്ട് ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിച്ച് കയറ്റും, അല്ലാതെ ഒന്നും കഴിക്കത്തൊന്നുമില്ല. അങ്ങനെ കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിന് ആവശ്യത്തിന് ഉപ്പിട്ടു. പിന്നെ നല്ല നാടൻ നമ്മൾ പൊടിച്ച് വെച്ച മഞ്ഞൾപ്പൊടി ഇട്ടു. ഇതിൽ കുറേ മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോട്ടാ. പിന്നെ കുരുമുളക് പൊടി അമ്മ കുറേ ആക്കി വെച്ചിട്ടുണ്ട്, അതും ഞാൻ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മുടെ നല്ല നാടൻ കുരുമുളകും കൂടി ഇട്ട് മിക്സ് ചെയ്ത ശേഷം അതിനാവശ്യമായ വെള്ളം കൂടി ഒഴിക്കണം. കപ്പ് കണ്ടിട്ട് ഇതാക്കണ്ട കേട്ടോ, ഇതകത്ത് മാത്രം വെള്ളം ഉപയോഗിക്കുന്ന കപ്പാണേ. അപ്പോൾ അതെടുത്ത് ഗ്യാസ് കത്തിച്ച ശേഷം അത് അടുപ്പത്തിലേക്ക് വെച്ചു. കുക്കറിലാണിട്ട് പെട്ടെന്നാവും കേട്ടോ. അപ്പോൾ കുക്കറിൽ അമ്മ എന്തോ കറി വെച്ചോണ്ട് ആ പാത്രത്തിലാക്കി. ഇനി അതിന് അരപ്പ് ചെയ്യണം. അത്യാവശ്യം ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും തേങ്ങയും പിന്നെ നമ്മുടെ എന്താ പറയുക കാന്താര മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചക്ക ഉടച്ചിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. അതേസമയം ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇപ്പുറത്തുനിന്ന് ഞാൻ കഴുകി. അമ്മ ചക്ക ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്തുനിന്ന് അത് ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കി, അതായത് ചിക്കൻ കറി ആയിട്ടല്ല കേട്ടോ, ഒരു എന്താ പറയുക ഫ്രൈ പോലെ, ഡ്രൈ ഫ്രൈ എന്നൊക്കെ പറയാം. അതാകുമ്പോൾ പെട്ടെന്നാവില്ല. ചിക്കനിലേക്ക് എന്താ പറയുക അത് വീഡിയോ എടുക്കുന്ന സമയത്ത് രണ്ടും മാറിപ്പോയി. അത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ മാറിപ്പോയി, എന്നാലും കുഴപ്പമില്ല. അപ്പം കഴുകി കൊണ്ടുവന്ന ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത് മുളക് പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ പൊടിയാണ്, മറ്റ് എരിവുള്ളതല്ല, അതുകൊണ്ട് കുറച്ച് അധികം തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് നമ്മുടെ കുരുമുളക് പൊടി, അതാണ് നമ്മൾ എരിവിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് സ്പൂൺ കൊണ്ട് അളക്കേണ്ട കാര്യങ്ങളൊന്നും ഞാൻ വാരി വെതറയാണ് അങ്ങോട്ട്. അതിൻ്റെ കൂടെ അച്ഛനൊക്കെ അങ്ങോട്ട് ഇവിടെ പോകുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പം ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ ഈ ചിക്കൻ നല്ല പോലെ മസാല തേച്ച് പിടിപ്പിക്കണം. കാരണം ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പറ്റിയൊരു അപകടം, പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുവാണെങ്കിൽ അത്ര വെള്ളമായിട്ട് വരത്തില്ല എണ്ണയിൽ. ഇതിപ്പോൾ ഞാൻ കുറേ സമയം മാഗ്നേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ വെള്ളം കൂറിയിട്ട് നമ്മൾ ആ എന്താ പറയുക എണ്ണയിലൊക്കെ ഇടുമ്പോഴത്തേക്കും വല്ലാതെ അതിൻ്റെ കൂടെ ജ്യൂസി ആയിട്ട് അതിൻ്റെ വെള്ളം കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാകും, കുറേ സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. അപ്പം ആവശ്യത്തിനൊരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച ശേഷം നമ്മളെ കറിവേപ്പിലയും കൂടി ഇടാം. കറിവേപ്പില എല്ലാം മുരിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേക ഒരു മണാട്ട. അതിന് ചിക്കന് മാത്രമല്ല മീനാണേലും അത്യാവശ്യം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതിനകത്തേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത ചിക്കനൊക്കെ അങ്ങോട്ട് വാരിയിടുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം, അടി പിടിക്കാതെ നോക്കണേ. അങ്ങനെ നമ്മൾ ചിക്കൻ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, എല്ലാം നല്ലപോലെ മിക്സായി. ഇനി നമ്മൾ നേരത്തെ വെച്ച ചക്കേൻ്റെ കൂടെ നമ്മുടെ സൈഡിലേക്ക് ചിക്കൻ ഇട്ടിട്ട് അങ്ങനെ എൻ്റെ പൊന്നു മക്കളെ എന്താ ടേസ്റ്റ് എന്നറിയാം. കുറേ ചക്ക ഞാൻ കയറ്റി. എന്നാൽ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.